എല്ലാവർക്കും നമസ്കാരം. അനുമോളുടെ ചേച്ചി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോയി നിന്ന് അനുമോൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ ചർച്ചയാവുന്നുണ്ട്. അത് ആദ്യമായിട്ട് പുറത്തുവിട്ടത് സീക്രട്ട് ഏജന്റ് ആയിരുന്നു. അതിൻ്റെ ശേഷം ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ പുറത്തു വിടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ അനിയൻ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ ഒരു പുള്ളി വൈഫുമായിട്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞ് ഇവരും പിന്നെ 2-3 പേരും ഇവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ വൈഫിനോടാണ് ആദ്യം പറഞ്ഞത്, ഞങ്ങൾ അനുമോളുടെ ചേച്ചിയാണ്, അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റുമോ ഹോട്ട്സ്റ്റാറിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു പുള്ളിയുടെ വൈഫ് അപ്പം തന്നെ ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഹോട്ട്സ്റ്റാർ ഇല്ല എന്ന്. അപ്പോൾ ആദ്യം ഭാര്യ അത് റിജക്ട് ചെയ്ത കാര്യമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല ചേട്ടാ, ഞങ്ങൾക്ക് മൊബൈൽ നമ്പറും OTP പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പകരുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ കാണുന്നത്. ആദ്യം ആ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. കൊല്ലത്തുനിന്ന് വിളിക്കാണ്. ഞാനൊരു ബിഗ് ബോസിന്റെ ഒരു വോട്ടിങ്ങിന്റെ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അറിവില്ലായ്മ, ഞങ്ങൾക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഞായറാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ എൻ്റെ അനുജൻ അഡ്മിറ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ മെയിൻ എൻട്രൻസ് കയറി അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ ഫുട്പാത്തില് നമ്മളാ ബിഗ് ബോസിലെ അനുമോളുടെ ചേച്ചി നിന്ന് 2-3 ആൾക്കാരുമായിട്ട് കൂടെ 2-3 പിള്ളേരും ഉണ്ടായിരുന്നു. ആ പിള്ളേര് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നോണ്ടേ അവര് നമ്മളെ അടുത്തോട്ട് വന്നു. അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പറഞ്ഞത് എനിക്ക് അനുമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് ഞങ്ങളേതായ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് വീണ്ടും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഹോട്ട്സ്റ്റാർ ഇല്ല, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഹോട്ട്സ്റ്റാർ വേണ്ട സാറേ, സാറിന്റെ ഫോൺ നമ്പർ തന്നാൽ മതി, അതിലൊരു OTP വരും, അത് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം തന്നെ കൂടെ വന്ന പയ്യൻ നമുക്ക് ഫോൺ നമ്പർ വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി ഫോൺ നമ്പർ അങ്ങനെ കൊടുക്കത്തുമില്ല, കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ എന്തോ ആ നിമിഷം ഇവരിങ്ങനെ സംസാരിച്ചതിന്റെ പേരില് ശരിയോ വോട്ടിങ്ങിന്റെ ഇതിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു ഞായറാഴ്ച വോട്ടിങ്ങിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച വോട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. വൈഫ് പറഞ്ഞു ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച പോലും കാണാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയുന്നത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഇവരെന്റെ നമ്പർ വാങ്ങി, അതിലേക്ക് OTP വരികയും ഞാൻ OTP പറഞ്ഞു കൊടുക്കുകയും ജിയോ ഹോട്ട്സ്റ്റാറിന്റെ OTP ആണ് വന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു, അത് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഇവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു എന്ന്. സൺഡേ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വോട്ടിംഗ് ഇല്ല, അത് ക്ലോസ് ആയിരിക്കുന്ന സമയമാണ്. മൺഡേ മുതലാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സൺഡേ എന്തിനാണ് ഇവർ മൊബൈൽ നമ്പറും OTPയും വാങ്ങിച്ചത് എന്നിവിടെ സംശയത്തോടെ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇവിടെ അവർ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് ഇവരോട് മാത്രമല്ല പലരോടും ഈ നമ്പർ ചോദിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക്, അതായത് ഒരാളുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ച് OTP വാങ്ങിച്ച് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇവരുടെ മൊബൈലിൽ ലോഗിൻ ചെയ്ത് OTP എൻ്റർ ചെയ്ത് വോട്ട് ചെയ്തിട്ട് വീണ്ടും മറ്റൊരാളുടെ മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ അത് മറ്റേത് ലോഗ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സൺഡേ ഈ ഒരു കാര്യം, അതായത് വോട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഈ നമ്പർ വാങ്ങിച്ചത് സംശയത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബാക്കി കൂടെ അവർ പറയുന്നത് എന്താണെന്ന് ഒന്ന് കേൾക്കാം. അങ്ങനെ അവര് ആ ഫുട്പാത്തിൽ വരുന്നവരും പോകുന്നവരും അവിടെ കിടക്കുന്നതായും രോഗികളുടെ കൂട്ടിരിപ്പിന് വന്നവരായും ടച്ച് ഫോൺ ഇല്ലാത്തവരായ പല ആൾക്കാരുടെയും ബിഗ് ബോസ് ഇട്ടതുപോലെ അറിഞ്ഞാത്ത പല ആൾക്കാരുടെയും സമീപിച്ച് ഇതേക്ക് നമ്പർ വാങ്ങി OTP കൊടുത്ത് വോട്ട് ചെയ്യുന്നുണ്ട്. അതാണ്, അതായത് ഈ ടച്ച് ഫോൺ അല്ലാത്ത, അതായത് നോർമൽ നമ്മുടെ ഹാൻഡ്സെറ്റ് പോലത്തെ ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മെഡിക്കൽ കോളേജിലൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ മൊബൈൽ നമ്പറും OTPയും ഇവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ OTPയും മൊബൈൽ നമ്പറും വാങ്ങിക്കുന്നത് തന്നെ ഒരു സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നതാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ഒരു പ്രാവശ്യം OTP ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലോഗിൻ ചെയ്യണമെങ്കിൽ വീണ്ടും OTP വരും. അങ്ങനെ ഒരു പ്രോസസ്സ് ഈ ഹോട്ട്സ്റ്റാറിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ഉണ്ട്. അപ്പോൾ ഇവർ ഇത്രയും പേരുടെ ഈ ഒരു മൊബൈൽ നമ്പർ കളക്ട് ചെയ്യുന്നതിന് എന്തോ ഒരു ബിഗ്, എന്താ പറയുക, ഈ വോട്ട് മറിക്കൽ അല്ലെങ്കിൽ ഒരു ബിഗ് സ്കാം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. ഈ വോയിസ് ക്ലിപ്പ് സത്യമാണെങ്കിൽ എന്തായാലും ബാക്കിയൂടെ കേൾക്കാൻ പുള്ളിക്കാരൻ പറയുന്നത്. അതൊക്കെ അതവിടെ വരാൻ കാര്യങ്ങൾ നിൽക്കട്ടെ. അപ്പം അന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഞാൻ സൺഡേയിൽ വോട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം തിങ്കളാഴ്ച ഞാൻ വോട്ടിംഗ് തുറന്നില്ല. ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം വോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ചൊവ്വാഴ്ച ഞാൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് തുറന്നപ്പോൾ അനുമോൾക്ക് ഓൾറെഡി വോട്ട് പോയിരിക്കുന്നു. അപ്പൊ ഞാൻ സൺഡേയിലാണ് ഇത് ചെയ്തത്. അപ്പൊ തിങ്കളാഴ്ച ഞാൻ നോക്കിയിട്ടില്ല. എന്റെ അർത്ഥം തിങ്കളാഴ്ച വോട്ട് പോയിട്ടുണ്ട് അനുമോൾക്ക്.
ചൊവ്വാഴ്ച ഓട്ടോമാറ്റിക്കലി വീണ്ടും പോയിരുന്നു. ബുധനാഴ്ച ഇന്ന് രാവിലെ ഞാൻ പിന്നെ രാവിലെ തുറന്നിട്ട് ഞാൻ രാവിലെ തന്നെ വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് പുള്ളി പറയുന്നത് സൺഡേ ആണ് ഈ മൊബൈൽ നമ്പറും OTP പറഞ്ഞു കൊടുത്തത്. അപ്പോൾ മൺഡേ ചെക്ക് ചെയ്തിട്ടില്ല, ചൊവ്വാഴ്ച നോക്കുമ്പോൾ അനുമോൾക്ക് ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു നമ്പർ വെച്ചിട്ട്, പുള്ളിക്കാരൻ്റെ നമ്പർ വെച്ചിട്ട്. അപ്പോൾ ബുധനാഴ്ച വീണ്ടും പുള്ളി അങ്ങനെ ഒരു പുള്ളിക്കാരനും ഓരോ ഫേവറേറ്റിസം ഉണ്ടാവും ബിഗ് ബോസിനകത്ത്. അപ്പോൾ പുള്ളിയുടെ ഫേവറേറ്റിനും വോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് സംശയം തോന്നാൻ കാരണം ഇങ്ങനെ ഇവർ മൊബൈൽ നമ്പർ വാങ്ങിച്ച് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ ഉപയോഗിച്ച് ഒരു തവണ വൺ ടൈം OTP ഉപയോഗിച്ച് ഒരു ബൾക്കായിട്ടുള്ള ഒരു വോട്ട് മറിക്കൽ പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു. കാരണം പുള്ളിക്കാരൻ സൺഡേ വാങ്ങിച്ച നമ്പർ ചൊവ്വാഴ്ച എടുത്ത് നോക്കുമ്പോഴും അനുമോൾക്ക് വോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇവർ 2-3 പേരാണ് അവിടെ വന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ മാക്സിമം ഒരു 3-4 മൊബൈൽ ഫോൺ, ഒരു സെക്കൻഡറി ഫോൺ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ ഒരു ഫോൺ വാങ്ങിച്ച് ലോഗിൻ ചെയ്ത് ലോഗ് ഔട്ട് ചെയ്ത് പിന്നെയും അത് ലോഗിൻ ചെയ്യണമെങ്കിൽ OTP വീണ്ടും ചോദിക്കും. പക്ഷേ അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ അനുമോൾക്ക് വേണ്ടി ഇങ്ങനെ ബൾക്കായിട്ടുള്ള ഒരു വോട്ട് പിടിക്കൽ നടക്കുന്നുണ്ടോ എന്നാണ് ഇവിടെയുള്ള ഒരു സംശയം. എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം. ഇതിപ്പം ഞാൻ സംസാരിക്കാൻ കാരണം ഇത് ഏതെങ്കിലും ഇങ്ങനെ ഹോട്ട്സ്റ്റാറിന്റെ ഒരു ആപ്പിലേക്ക് ബൾക്കായിട്ട് പലരുടെ കയ്യിൽ നിന്നും നമ്പറുകൾ ശേഖരിച്ചിട്ട് ബൾക്കായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എനിക്ക് തോന്നുന്നു PR കാര്യങ്ങളെല്ലാം ഈ വരുന്ന ആഴ്ചയില് ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഈ ഒരാഴ്ചത്തേക്ക് ഇവരിങ്ങനെ വോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ തിങ്കളാഴ്ച ഞാൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത സാധനം ചൊവ്വാഴ്ച അനുമോൾക്ക് വോട്ട് പോയത് അങ്ങനെയാണ്, അറിയാൻ പറ്റുന്നില്ല എനിക്ക്. അതാണ് ഇവിടെ പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുള്ളിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. അതായത് ബൾക്കായിട്ട് ഈ മൊബൈൽ നമ്പറും OTPയും വൺ ടൈം വാങ്ങിച്ചതിന് ശേഷം എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഈ ഒരു പുള്ളിക്കും സംശയമുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ രണ്ടാമത്തേത് നമ്മളെ ശ്രീ മോഹൻലാൽ പറഞ്ഞ കണക്ക് നമ്മളെ ഈ ബിഗ് ബോസ് ഷോ വളരെ ജെന്യൂൻ ആയിട്ട്, ഞാനും ബിഗ് ബോസ് ഷോ കാണുന്നത് അത്യാവശ്യം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതൊരു ജെന്യൂൻ ആയിട്ട് കൊണ്ടുപോകേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആരാതിൽ കളിക്കുന്ന അങ്ങനെയുള്ള വോട്ടിംഗ് സമ്പ്രദായമല്ലേ നിലവിൽ വേണ്ടത്. അത് തന്നെയാണ് ബിഗ് ബോസ് അംഗങ്ങളും ടീമുകളും ബിഗ് ബോസ് ടീമുകളും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ സമയം പ്രൊമോ ഉൾപ്പെടെ എല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പകരം ഇങ്ങനത്തെ ഒരു ഫേക്ക് പരിപാടി ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് കളിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ജെന്യൂനിറ്റി എന്താണ്, അവരെങ്ങനെയാണ് ആ ഷോയിൽ വിന്നറാവുക, ഇതൊക്കെ വളരെ ഉന്നയിക്കപ്പെടാവുന്ന ഒരു ചോദ്യമാണിത്. കാരണം രാവിലെ നമ്മൾ എക്സാമ്പിൾ ഒരു മെഡിക്കൽ കോളേജിന്റെ മുമ്പില് അന്ന് ഞായറാഴ്ചയാണ്, തിരക്ക് വളരെ കുറവായ ദിവസം. ബാക്കിയുള്ള ദിവസങ്ങളിലും അവരവിടെ നിൽക്കുവാണെങ്കിൽ എത്രയോ ആൾക്കാർ ഇതെന്താന്ന് പോലും അറിഞ്ഞിടാത്ത എത്രയോ ആൾക്കാരോടും സ്വാഭാവികമായിട്ട് ചെന്ന് സമീപിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തന്നെ പറ്റിയാണെങ്കിൽ എന്റെ വൈഫ് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് വൈഫ് അവരോട് പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പെട്ടെന്ന് നോക്കി പറഞ്ഞതിന്റെ ഒരു വിഷമത്തില് ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ശരി ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. അത് കണക്ക് അറിവില്ലായിട്ടുള്ള ആൾക്കാരും ബിഗ് ബോസ് ഷോ കണ്ടിട്ടില്ലാത്ത അനുമോളാണെന്നറിയാത്തതും അതിലെ മത്സരാർത്ഥികളെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത എത്രയോ പേരുടെ ഫോൺ നമ്പറുകൾ ഇവർ സ്വീകരിച്ച് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അന്ന് സൺഡേയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് അറിയിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സായുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് അറിയിച്ചത്. അതെന്തെങ്കിലും ഇത് ഇത് ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക. കാരണം അതിനെപ്പറ്റി എനിക്ക് വേറെ വലിയ അറിവൊന്നുമില്ല. ഈ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിലൂടെ വോട്ട് ചെയ്യുന്നതിനെ പറ്റി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് OTP വന്നു, ഞാനത് ചെയ്തു. അത് ചൊവ്വാഴ്ചയും ഓട്ടോമാറ്റിക്കലി അതിന് ഓൾറെഡി ടിക്കായി പോകുന്ന കണ്ടപ്പോഴാണ് എനിക്ക് സംശയം വന്നതും ഞാൻ ഈ വോയിസ് എടുത്തതും. അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സൺഡേ OTP വാങ്ങിച്ച് അന്ന് തന്നെ വോട്ട് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊരു ജെന്യൂൻ ആയിട്ടുള്ള, അതായത് ഒരു സഹായത്തെ പോലെ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് പോലെ ചോദിക്കുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ചൊവ്വാഴ്ചയും ആ ഒരു വോട്ടിംഗ് അനുമോൾക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ടപ്പോഴാണ് പുള്ളിക്ക് ഇത് സംശയം തോന്നിയത് എന്ന്. കാരണം ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ മൊബൈൽ നമ്പറും OTPയും വാങ്ങിച്ച് ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ബൾക്കായിട്ട് വോട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ സംശയത്തോടെ തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മറ്റുള്ളവരുടെ, അതായത് ജെന്യൂനായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ ഒരു ക്രെഡിബിലിറ്റി അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ മൊബൈൽ നമ്പറും OTP ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ 1 വീക്കൊക്കെ ബൾക്കായിട്ട് ഈ വോട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഇവരുടെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ സംശയത്തോടെ ഇവിടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ഈ
ഒരു പുള്ളിക്ക് എന്തോ സംശയം തോന്നിയിട്ട് സീക്രട്ട് ഏജന്റ് സായിക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജ് ആണിത്. പുള്ളിയുടെ ചാനലിലും ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനുമോളുടെ കാര്യം എടുത്താൽ നമുക്ക് വളരെ സിമ്പതിയാണ് തോന്നുന്നത്. കാരണം അനുമോൾക്ക് അത്യാവശ്യം എന്താ പറയുക ഫാൻ ഫോളോയിങ് ഉണ്ട്, 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അതിൽ തന്നെ അത്യാവശ്യം കളിച്ചു കഴിഞ്ഞാൽ വോട്ടൊക്കെ അനുമോൾക്ക് ലഭിക്കും. പിന്നെ ഇങ്ങനെയുള്ള പല എന്താ പറയുക തൊട്ടിത്തരങ്ങളൊക്കെ, അതായത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ പോയിട്ട് ഇതേപോലെ നമ്പറും OTP ഒക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട്, അതായത് മെഡിക്കൽ കോളേജിൽ ആരും സുഖവാസത്തിന് വരുന്നതല്ലോ, എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നവരായിരിക്കും, ICU ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെയൊക്കെ ബന്ധുക്കളോടൊക്കെ ഈ മൊബൈൽ നമ്പറും OTP ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ ചോദിച്ചു എന്ന് തന്നെ വെക്കട്ടെ, അങ്ങനെ ചോദിച്ചതിന് ശേഷം അന്ന് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സംശയത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ പുള്ളി ചൊവ്വാഴ്ച ലോഗിൻ ചെയ്ത് നോക്കുമ്പോഴും അനുമോൾക്ക് വോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സംശയത്തോടെ നോക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ഒരു അനുഭവം, അതായത് ആരെങ്കിലും ഇങ്ങനെ OTP നമ്പറും ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു വോട്ട് അവർക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഷോ ആണ്. പ്രേക്ഷകരുടെ വോട്ടാണ് ആരാണ് വിജയി എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസ്, ഇതേപോലത്തെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് മൊബൈൽ നമ്പറും OTP ഉപയോഗിച്ച് അങ്ങനെ വോട്ട് മറിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരാളാണ് അനുമോൾ. കാരണം അനുമോൾ 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് പോയതെന്നൊക്കെ പൊതുവേ ഒരു ടോക്ക് ഉണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എല്ലാവരും ഈ ബിഗ് ബോസിന്റെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന പലരും തന്നെ അനുമോൾക്കെതിരെ ഒന്നും പറയുന്നില്ല. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോട്ട് ഇറക്കുന്ന അവസ്ഥ, അതായത് നിങ്ങൾ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം എന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അത് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അടിച്ച് താഴ്ത്തിയിട്ട് ഇങ്ങനെ കരയുന്നൊരവസ്ഥയുണ്ടല്ലോ, നിങ്ങൾ അവളുടെ വോട്ട് ചെയ്യണം എന്നൊക്കെ, അതൊക്കെ ഒരു PR-ന്റെ കളിയാണെന്ന് നമ്മളിവിടെ സംശയത്തോടെ തന്നെ കാണേണ്ടി വരും. ഒരാളുടെ മൊബൈൽ നമ്പർ ചോദിക്കുക അല്ലെങ്കിൽ OTP ചോദിച്ച് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ സാധാരണ നമ്മൾ അറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഒരിക്കലും ഒരു OTP-യും നമ്മുടെ മൊബൈലിലേക്ക് വരുന്നത് കൊടുക്കാൻ പാടില്ല എന്നൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് കൂടിയാണ്. കാരണം നമ്മുടെ പോലീസും അതേപോലെ തന്നെ സൈബർ സിസ്റ്റം, കോടതി, അങ്ങനെ പല നമ്മളെ സംരക്ഷിക്കുന്ന നിയമത്തിന്റെ പല വഴികളിലും നമുക്ക് എപ്പോഴും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളുടെ ഒരു OTP-യും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന്. കാരണം നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും മൊബൈലിൽ ഇരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോട്ടോസ്, അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മൊബൈലിലുണ്ട്. അപ്പോൾ ഇങ്ങനെ OTP ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ OTP ഒക്കെ കൊടുക്കുന്നവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി നിങ്ങൾക്ക് അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങളുടെ മൊബൈലിൽ നിന്ന് ഞങ്ങൾ തന്നെ വോട്ട് ചെയ്തോളാം എന്ന് അങ്ങനെ പറയുന്നവരോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ ഇങ്ങനെ ആർക്കു വേണ്ടിയും ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ മൊബൈൽ നമ്പറൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ സേഫ്റ്റിക്കും അതേപോലെ തന്നെ നിങ്ങൾക്കും നല്ലത്.